US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കുമോ? സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പ്രചാരണം നടക്കുന്നത്. എപ്സ്റ്റീന്റെ ഇമെയിൽ ചോർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രചാരണം ശക്തമായി നടക്കുന്നത്. ഒരാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കിട്ട ഒരു കുറിപ്പിലൂടെയാണ് ഈ പ്രചാരണം തുടങ്ങിയത്. ട്രംപ് ഇന്ന് രാത്രി രാജിവെക്കും, ഇങ്ങനെയാണ് അയാൾ എക്സിൽ എഴുതിയത്. തൊട്ടു പിന്നാലെ മറ്റൊരാളും സമാനമായൊരു സന്ദേശം പങ്കിട്ടു. ഇതോടെ ഇവ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ വീട്ടിൽ ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നതായി വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. ജെഫ്രി എപ്സ്റ്റീന്റെ പേരിൽ പുറത്തു വന്ന ഇമെയിലുകളാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എപ്സ്റ്റീന്റെ ലൈംഗിക പീഡനത്തെക്കുറിച്ചും പീഡനത്തിനിരയായ പെൺകുട്ടികളെക്കുറിച്ചും അറിയാമായിരുന്നുവെന്നും ഇമെയിലിൽ പരാമർശമുണ്ട്. ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ഇമെയിൽ പുറത്തുവിട്ടത്. പിന്നാലെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് US-ൽ ഉയരുന്നത്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട കേസുകൾ ട്രംപ് ഭരണകൂടം അവസാനിപ്പിച്ച് 4 മാസത്തിനു ശേഷമാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. 2011 തന്റെ പങ്കാളിയായ ഗിസ്ലൈൻ മാക്സ്വെല്ലിനും എഴുത്തുകാരനായ മൈക്കൽ വൂൾഫിനും എപ്സ്റ്റീൻ അയച്ച മെയിലുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തു വന്ന മെയിലുകൾ ട്രംപിനെതിരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് ഡെമോക്രാറ്റിക് അംഗങ്ങൾ ആരോപിച്ചു. 1993 ഡൊണാൾഡ് ട്രംപും മാർല മാപ്പിൾസും തമ്മിലുള്ള വിവാഹത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ പങ്കെടുത്ത എക്സ്ക്ലൂസീവ് ഫോട്ടോകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഇതിനു പുറമെ 1999 വിക്ടോറിയ സീക്രട്ട് ഫാഷൻ ഇവന്റിൽ ട്രംപും എപ്സ്റ്റീനും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ച് നേരത്തെ ശതകോടീശ്വരൻ ഇലോൺ മസ്കും രംഗത്ത് വന്നിരുന്നു. അതിനിടെ BBC-യെ പൂട്ടാനൊരുങ്ങുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ 2 പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പ്രസംഗഭാഗം എന്ന് തോന്നും വിധം BBC ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതാണ് വിവാദമായത്. സംഭവത്തിൽ BBC മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരെന്നും തനിക്കുണ്ടായ അപകീർത്തിക്കും സാമ്പത്തിക നഷ്ടത്തിനും നഷ്ടപരിഹാരം വേണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ട്രംപ് ജോ ബൈഡന്റെ വിജയം അംഗീകരിക്കാതെ നടത്തിയ 2 പ്രസംഗങ്ങളിലെ ഭാഗങ്ങളാണ് BBC ഉപയോഗിച്ചത്. 2 വ്യത്യസ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കലാപത്തിന് ആഹ്വാനം നൽകിയെന്ന് സൂചിപ്പിക്കും വിധമാണ് BBC ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചത്.